ഹലോ നമസ്കാരം. വീക്ക്ലി സ്വിംഗ് ട്രേഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് മീ അർജുൻ. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. കഴിഞ്ഞൊരു വീക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് നോക്കിയാൽ അത്യാവശ്യം വോളറ്റിലിറ്റി ഉള്ളതായിട്ട് മാർക്കറ്റിൽ കാണാൻ കഴിയും. ഒരു ക്ലിയർ ഡയറക്ഷൻ മാർക്കറ്റ് നമുക്ക് തരുന്നതായിട്ട് തോന്നുന്നില്ല. എന്നിരുന്നാൽ പോലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രേഡ്സ് ഒക്കെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീക്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്ത സ്റ്റോക്സിന്റെ പെർഫോമൻസ് ഒന്ന് നോക്കാം. കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഫസ്റ്റ് സജസ്റ്റ് ചെയ്തിരുന്ന സ്റ്റോക്കാണ് റാലീസ് ഇന്ത്യ എന്ന് പറയുന്നത്. റാലീസ് ഇന്ത്യയുടെ ലെവൽസ് ശരിക്കും പറഞ്ഞാൽ ആക്റ്റീവ് ആയിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 269 എബോവ് ബൈ സൈഡ് പോകാമെന്നാണ്. എക്സാക്ട്ലി ആ പോയിന്റിൽ നിന്ന് കഴിഞ്ഞൊരു വീക്കിലെ ആക്ടിവിറ്റി നോക്കി കഴിഞ്ഞാൽ എക്സാക്ട്ലി ആ ഒരു പോയിന്റിൽ നിന്ന് റിജക്ട് ചെയ്യുന്നതാണ് കാണുന്നത്. ഇപ്പോഴും ഈ ഒരു ലെവൽസ് വാലിഡ് ആണ്. നമുക്ക് 269 എബോവ് എൻട്രി പോവാം. 299, 325 എന്നീ പ്രൈസുകൾ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു സ്റ്റോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ ലെവൽസ് ആക്റ്റീവ് ആണ്. എന്നിരുന്നാൽ ഇപ്പോൾ സ്റ്റോക്ക് ഇപ്പോൾ ഏകദേശം നമ്മൾ എൻട്രി പറഞ്ഞ പ്രൈസിന്റെ റേഞ്ചിലാണ് നിൽക്കുന്നത്. കൃത്യം സ്റ്റോപ്പ് ലോസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 44, 43 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിന് ബിലോ സ്റ്റോപ്പ് ലോസ് വെക്കാം. അല്ല കുറച്ചുകൂടി കൺസർവേറ്റീവ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ 48ന് ബിലോ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് സ്റ്റിൽ ഈ ഒരു സെൻട്രൽ ബാങ്കിൽ നമുക്ക് ഫ്രഷ് എൻട്രി പോസിബിൾ ആണ്. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റോക്കായിരുന്നു HFCL. HFCL അത്യാവശ്യം നല്ല രീതിയിലൊരു മൂവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പ്രൈസ് റേഞ്ചിൽ നിന്ന് ഏകദേശം ഒരു 5% മുകളിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു 90ക്ക് ബിലോ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ ഒരു 20% മുകളിലുള്ള ടാർഗറ്റാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഫർദറും ഈ ഒരു സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന മറ്റൊരു സ്റ്റോക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പെർഫോമൻസ് നടത്തി റിട്ടേൺസ് തന്നൊരു സ്റ്റോക്ക് പറയുന്നത് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ SCI ആണ്. അപ്പോൾ ഏകദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രൈസ് ലെവലിൽ നിന്ന് 15% മുകളിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ മെസ്സേജ് അയച്ചിരുന്നു. വളരെ സന്തോഷം. നെക്സ്റ്റ് ഒരു വീക്കിലേക്ക് നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്സ്, നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആദ്യം വരുന്ന സ്റ്റോക്കാണ് PTC ഇന്ത്യ. PTC ഇന്ത്യയുടെ വീക്ക്ലി ചാർട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ റിജക്ഷൻ നടന്നൊരു ഏരിയയാണ് 199, 200 എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് അതിന് മുകളിലാണ്. എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ 229. സ്റ്റോക്ക് ഒരു പുൾ ബാക്ക് തരികയാണെന്നുണ്ടെങ്കിൽ 210, 200 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് പുൾ ബാക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരുന്നു. അവിടെയാണ് നമുക്ക് പെർഫെക്റ്റ് എൻട്രി എന്ന് പറയുന്നത്. അവിടെ എൻട്രി ചെയ്തതിന് ശേഷം നമുക്കൊരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 192 ബിലോ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യാം. ഇനി ഇത് ഡെയിലി ക്യാൻഡിൽസിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഈ പറയുന്ന ലെവല് 190 - 194 എന്ന് പറയുന്ന ലെവൽസിന് താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാം. അതല്ല നമുക്ക് എൻട്രി മിസ്സാവാതിരിക്കാനാണെന്നുണ്ടെങ്കിൽ 50% ക്വാണ്ടിറ്റിയിൽ നിലവിലെ സ്റ്റോക്ക് പ്രൈസായി 229 എൻട്രി ചെയ്യാം. ബെസ്റ്റ് പോസിബിൾ എൻട്രി അല്ലെങ്കിൽ ബെസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് 210 to 20 ഇടയിൽ, അല്ലെങ്കിൽ 205 to 210 ഒക്കെ ഇടയിലാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു പുൾ ബാക്ക് തന്നതിന് ശേഷം നെക്സ്റ്റ് റാലി കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി പ്ലാൻ ചെയ്യുമ്പോൾ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇതിൽ എൻട്രി ചെയ്യാൻ. നമ്മുടെ വാച്ച് ലിസ്റ്റിൽ രണ്ടാമത് വരുന്ന സ്റ്റോക്കാണ് NBCC. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 1-2 വീക്കിലായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് 73, 74 എന്ന് പറയുന്ന റേഞ്ചിന് മുമ്പ് നമ്മളിത് ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡേ ട്രേഡിങ് ലൈവ് വന്ന സമയത്ത് അത്യാവശ്യം എൻട്രി എടുക്കാൻ പറ്റുന്ന രീതിയിലാണെന്നുള്ള സജഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ ഇപ്പോഴും നമുക്കൊരു ഫ്രഷ് എൻട്രി പോസിബിൾ ആയിട്ടുള്ളൊരു ഏരിയയിലാണ് നിൽക്കുന്നത്. സ്റ്റോക്കിൻ്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 114. ഈ ഒരു ഏരിയയിൽ നമുക്ക് എൻട്രി ചെയ്യാം. എന്ത് ചെയ്താൽ മതി, 94 താഴെ. 94 താഴെ. 94 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. നമുക്ക് ഡെയിലി ക്യാൻഡിൽസിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാം. ഡെയിലി ക്യാൻഡിൽസിലും ലാസ്റ്റ് വന്ന പുൾ ബാക്കിൻ്റെ ലോ അല്ലെങ്കിൽ സ്വിംഗ് ലോ എന്ന് പറയുന്നത് 95 ലെവലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരു റീടെസ്റ്റ് തരികയാണ് 110, 105 എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലേക്ക് റീടെസ്റ്റ് തരികയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് പോസിബിൾ എൻട്രി. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 114 ഇപ്പോൾ ഉള്ള കറന്റ് മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് എൻട്രി ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് അത്യാവശ്യം വലിയ രീതിയിലുള്ള ടാർഗറ്റ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 130 to 145 എന്നീ റേഞ്ചുകളാണ് നമ്മളെ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും വരുന്നത്. ഏകദേശം ഒരു 20% മുകളിൽ അപ്സൈഡ് കാണുന്നുണ്ട്. ഇതെല്ലാം ഷോർട്ട് ടൈം എൻട്രീസ് ആണ്. അതായത് 1 to 3 months അല്ലെങ്കിൽ 3 to 5 ആഴ്ചയൊക്കെയാണ് മിനിമം ഹോൾഡിംഗ് പീരീഡ് പറയുന്നത്. ഈ ഒരു ടൈം പീരീഡിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും പെർഫോം ചെയ്യാം. ചിലപ്പോൾ മാർക്കറ്റിൽ ഇത് മൺഡേ ആയിരിക്കാം നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നത്. മൺഡേ ട്യൂസ്ഡേ കൊണ്ട് തന്നെ ഒരു 20% തരാം. അല്ല ചിലപ്പോൾ ഒരു 2-3 ആഴ്ചകൾക്ക് ശേഷമായിരിക്കും നല്ല രീതിയിലുള്ള പെർഫോമൻസ് വരുന്നത്. അപ്പോൾ ഷോർട്ട് ടൈം എൻട്രീസ് ആണ്. അതിനനുസരിച്ച് വേണം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്കൊരു സ്റ്റോക്ക് വരുന്നത് ബോംബെ ഡൈ.
അത്യാവശ്യം നല്ല രീതിയിൽ പ്രീവിയസ്ലി നല്ല രീതിയിൽ റിജക്റ്റ് ചെയ്തൊരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഡെയിലി ക്യാൻഡിൽസ് ആണെങ്കിലും വീക്ക്ലി ക്യാൻഡിൽസ് ആണെങ്കിലും ഈ ഒരാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. പറയുന്നൊരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 181 ആണ്. 181-ന് 182-ലേക്കാണ് ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഏകദേശം ഒരു 165-ൻ്റെ ഒക്കെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് നേരെ എൻട്രി എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷനിലാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് വീക്ക്ലി ക്യാൻഡിൽസിലേക്ക് പോകാം. 200 റേഞ്ച് ഒക്കെയാണ് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 200-205 നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ലെവൽസും സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ ഒരു 20% അപ്സൈഡ് കൂടി ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. അത്യാവശ്യം നല്ല രീതിയിൽ റിസ്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റിവാർഡും കീപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ഇതല്ലാതെ മറ്റൊരു സ്റ്റോക്ക് നമ്മൾ പ്രീവിയസ്ലി ഒക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് വീക്കുകളായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്തൊരു സ്റ്റോക്കാണ് ഇന്ത്യ ബുൾസ് റിയൽ എസ്റ്റേറ്റ്. പ്രീവിയസ്ലി എൻട്രി മിസ്സായവർക്ക് എൻട്രി ചെയ്യാൻ പറ്റിയ കറക്റ്റ് ഒരു പൊസിഷനിലാണ് സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്നത്. നോക്കിയാൽ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡൗൺ സൈഡ് ഫാൾ ചെയ്തതിന് ശേഷം ഒരു റിവേഴ്സലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു റേഞ്ചിൽ നിന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 90-94 എബോ ഒക്കെ നമ്മൾ ഓൾറെഡി സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് ഇപ്പോൾ ഏകദേശം നമ്മളൊരു റിട്ടേൺസ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ 10% മുകളിൽ പ്രോഫിറ്റിലാണ് റൺ ചെയ്യുന്നത്. ഇപ്പോഴും നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റിയൊരു ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ലാസ്റ്റ് ഹൈ കട്ട് ചെയ്യുമ്പോൾ അതായത് 104 എബോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫ്രഷ് എൻട്രി കൺസിഡർ ചെയ്യാം. 97 അല്ലെങ്കിൽ 93 എന്നൊക്കെ പറയുന്ന ഈ റേഞ്ച് ലാസ്റ്റ് സ്വിങ്ങിൻ്റെ ലോയിൽ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 104 കട്ട് ചെയ്യുന്നതിന് ശേഷം എൻട്രി എടുക്കാൻ പറ്റും. ഇവിടെ ഒരു ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 120 ആണ്. 120, അതായത് ഒരു 15-16% ഒക്കെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നുണ്ട്. അതിന് എബോവ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് വരുന്നത് 139 എന്നിങ്ങനെയുള്ള ടാർഗറ്റ്സ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇൻ കേസ് ഇത് ഫെയിൽ ആയിട്ട് 94 കട്ട് ചെയ്യാണ്, ബിലോ 94 കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ ലോസ് ബുക്ക് ചെയ്യാം. നമ്മളോട് പലപ്പോഴുമായിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ട്, ആ സ്റ്റോക്ക് ഞാൻ ഇത്രയിൽ എൻട്രി ചെയ്തിട്ടുണ്ട്, മറ്റൊരു സ്റ്റോക്ക് ഇത്രയിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. ഇതൊരു 3-4 രൂപ അല്ലെങ്കിൽ 5 രൂപ താഴേക്ക് പോകുമ്പോൾ നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ കൃത്യമായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും എൻട്രി എല്ലാം കൃത്യമായിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ട്. ആ ലെവൽസ് എത്തിക്കഴിഞ്ഞാൽ അത് റെസ്പെക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം, ലോസ് ആണെന്നുണ്ടെങ്കിൽ ലോസ് ബുക്ക് ചെയ്യാം. ഇൻ കേസ് നിങ്ങളത് ഹോൾഡ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചെറിയ മൂവ്മെൻറ്റ്സിനൊന്നും പാനിക് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ഐദർ ടാർഗറ്റ് ഓർ സ്റ്റോപ്പ് ലോസ്, ഇതാണ് നമ്മുടെ ഒരു പോളിസി. നമ്മുടെ സിസ്റ്റത്തിലും അങ്ങനെയാണ്. ഇൻ കേസ് ഇനി ആ ഒരു ഇൻഡസ്ട്രിയിലോ ആ ഒരു കമ്പനിക്കോ നെഗറ്റീവ് ന്യൂസ്, ബാഡ്ലി എഫക്ട് ചെയ്യുന്ന നെഗറ്റീവ് ന്യൂസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എക്സിറ്റ് ചെയ്താൽ മതി. എനിവേ ഈ ഒരു വീക്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് നിഫ്റ്റിയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഫർദറായിട്ട് അത്യാവശ്യം വോളറ്റൈൽ മാർക്കറ്റ് തന്നെയാണ് വരാൻ പോകുന്നത്. കാരണം അതിനോടനുബന്ധിച്ച ഇവൻറ്റ്സ് ഫർദർ നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ട് മാർക്കറ്റിൽ സംഭവിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രേഡ്സ് പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റയർ ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യണമെന്നില്ല. അത്യാവശ്യം ക്വാണ്ടിറ്റിയും പൊസിഷൻ സൈസിങ്ങും ഒക്കെ നോക്കിയിട്ട് മാത്രം എൻട്രി എടുത്താൽ മതി. എനിവേ താങ്ക് യു.